അപ്പൊ നമുക്ക് കുറച്ച് ഇലക്ഷൻ റിസൾട്ട് കോമഡികളായാലോ. ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് വമ്പൻ ഡയലോഗ് അടിച്ച പലരും ഇപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം മസിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി അഖിൽമാരാറൊക്കെ എന്തൊക്കെ ഡയലോഗ് അടിയായിരുന്നു ആശാന്. ഇവന്റെ ഡയലോഗ് അടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവന് തൃക്കക്കാരെ അങ്ങോട്ട് തൂത്തുവാരുന്നുള്ളത്. പക്ഷെ ഇവന്റെ ഡയലോഗ് അടി കാരണം ജനങ്ങൾ ഇവനെ തൂത്തുവാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 8 നിലയിൽ അങ്ങോട്ട് പൊട്ടിച്ചു വിട്ടില്ലേ. അതിനുശേഷം ഇവൻ എന്താണ് പറയാൻ പോകുന്നത് ഞാൻ അങ്ങനെ കാത്തിരിക്കായിരുന്നു. പക്ഷെ എത്രയൊക്കെ കാത്തിരുന്നിട്ടും ആശാൻ ഒരു മിണ്ടാട്ടില്ല. ഇതുവരെ അടിച്ച ഡയലോഗ് പോലെ അല്ലായിരുന്നു കാര്യങ്ങൾ. ആശാൻ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ ഇന്നലെ ആശാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയ സമയത്തുണ്ട് ആശാൻ അതിലൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഞാനത് വായിച്ചുതരാം. 20,144 വിശ്വാസം, നന്ദി. പിണറായി വിജയനെ തൂത്തെറിയാൻ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ച ഈ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ എന്റെ വിശ്വസിച്ച് 21,444 പേർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതിഗംഭീര വിജയം നേടി അധികാരത്തിലെത്തിയ UDFിനും ഉമാ തോമസിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. UDF സുനാമി ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിൽ 3 താമര വിരിയിച്ച രാജീവേട്ടനും ഗോപനും മുരളിയേട്ടനും അഭിനന്ദനങ്ങൾ. ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത ഈ നിയോജക മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച NDAയിലെ എല്ലാ പ്രവർത്തകർക്കും 1000 നന്ദി. നന്ദി മാത്രമുള്ള അഖിൽമാരാറെ വേറൊന്നും പറയാനില്ലേ. എന്തൊരു മാന്യമായിട്ടുള്ള പോസ്റ്റ് അല്ലേ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. ഓരോ തോന്നിവാസങ്ങളും വിളിച്ചു പറയുക, അതിനെ ജനങ്ങൾ ഏറി കയറ്റുമ്പോൾ അവരെ ചീത്ത വിളിച്ചുകൊണ്ട് അടുത്ത പോസ്റ്റ് എടുക്കുക. ഇങ്ങനെ ആയിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ത് പറ്റി? തിരിച്ചൊന്നും പറയാനില്ലേ. എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി കാണല്ലോ അഖിൽമാരാറെ. ഇനി നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ ഇവിടുത്തെ ജനങ്ങളെ കിട്ടില്ല എന്നുള്ളത്. നീ പറയുന്നതെല്ലാം ജനങ്ങളെ വേദവാക്യമായി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അഖിൽമാരാറെ. അത് കഴിഞ്ഞു വന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നും മിണ്ടാതെ ഉരിയാടാതെ അടങ്ങി ഒതുക്കി നിന്നാൽ നിനക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും നിനക്ക് ഏറെന്ന് ഇറങ്ങാൻ സമയം കാണത്തില്ല. എന്തായാലും ഇവനെ തോൽപ്പിച്ചു വിട്ട തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇവരെങ്ങാനും ജയിച്ചു വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇവന്റെ ഷോ ഓഫ്. പിന്നെ 2 ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ തുറക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും അതിന് വക വെക്കാതിരുന്ന തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അത് മറ്റാരുമല്ല, വണ്ണന്റെ ഉള്ളിൽ അഞ്ജലി നായർ. തോറ്റത്തിന് ശേഷമുള്ള അഞ്ജലി നായരുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം. MLA പോവാണോ? എന്ത് പറ്റി? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പ്. മുന്നിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളാണ്. ഇപ്പൊ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്ത് പറ്റി അഞ്ജലി ചേച്ചി? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. കേൾക്കാൻ പൂരായോണ്ട് ചോദിക്കുകയാണ്. എന്തായാലും കൊള്ളാം, ഒന്നിനും ഇപ്പൊ മിണ്ടാട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ആതിര ഡി നായർ, പുള്ളിക്കാരിയുടെ ഷോഫിന് ഇപ്പോൾ ഒരു കുറവില്ല കേട്ടോ. തോറ്റത്തിന് ശേഷവും പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടോക്കാം. സമ്പാമേളങ്ങൾ തുള്ളിത്തുളുമ്പും ഭങ്കരമേളങ്ങൾ അടിത്തിനിർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോൾ കാവേരി തീരങ്ങൾ പൂക്കുമ്പോൾ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞു. എന്തോന്നടേ ഇത്? തോറ്റാലെങ്കിലും മിണ്ടാതിരുന്നൂടെ? തോറ്റാലും ആശത്തിന്റെ വക ഷോ ഓഫ്. ആ റീൽ എഴുതി നിങ്ങൾ കണ്ടില്ലേ? ഈ ചെറുപ്രായത്തിൽ ഈ മുതല് കാണിച്ച ഓളമൊന്നും ഈ ഇലക്ഷന്റെ സമയത്തും ആരും കാണിച്ചിട്ടില്ല പോലും. അത് സത്യമാണ്. കാരണം അമ്മാതിരി മണ്ടത്തരല്ലായിരുന്നു ഈ ഇലക്ഷന്റെ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ക്യാമറയും മയക്ക് മുന്നിൽ കണ്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം വിളിച്ച് പറയാം, എന്നിട്ട് അത് കാരണം എയറിലാവുക. ഇതന്നെയായിരുന്നു ആതിരാടി നായരുടെ പണി എന്ന് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ മുതലുണ്ടാക്കിയ ഓളൊന്നും വേറെ ആരും ഉണ്ടാക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ ആതിര ചേച്ചി ഡാൻസ് ഒക്കെ കളിച്ച് നടന്നു. അതാണ് ആതിര ചേച്ചിക്ക് നല്ലത്. എനിവേ, ഇനി ഇവരെല്ലാരും കൂടി ഊക്കിക്കൊണ്ട് നമ്മുടെ വൃദ്ധിക്കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്തായാലും ആ കൂടി ഒന്ന് കണ്ടോക്കാം. ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 ആടമണ്ഡലം ചക്ക എല്ലാം ചീഞ്ഞു. നിങ്ങളുടെ പ്രാന്തൊക്കെ മാറിയോടെ ചെക്കന്മാരെ. അത് പൊളിച്ച്. ഇനിയിപ്പോ ഇതിനെതിരെ വല്ല BJP-കാരെ രംഗത്ത് വരുമോ എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ തവണ ഇതേമാതിരി വൃദ്ധി വരെ ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏതോ BJP-കാരെ രംഗത്ത് വന്ന് ഇവിടെ ചീത്ത വിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയും ഇത് ആവർത്തിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും ട്രോൾ അടിപൊളിയായി അല്ലേ? എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ പൂഞ്ഞാറിലേക്ക് പോകാം. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും വലിയ കോമഡി സംഭവിച്ചിട്ടുള്ളത് പൂഞ്ഞാറിലാണ്. അവിടെ UDF ജയിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് അറിയും? നേരെ PC ജോർജിന്റെ വീട്ടിന് മുന്നിൽ ഇവർ പ്രകടനം നടത്തി. അത് മുട്ടൻ കോമഡിയാണ്. നിങ്ങളൊന്ന് കണ്ടുനോക്കി.
ഇതെന്താണിത്? ഇങ്ങനെ ജനങ്ങൾ അഭിവാദ്യം ചെയ്യാണോ അതോ നിർത്താൻ പറയുന്നതാണോ? ആർക്കറിയാല്ലേ. ബാക്കി കണ്ടോക്കെ എന്തായാലും. ഇങ്ങനെ നിർത്താനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എവിടെ നിർത്തുന്നില്ലേ? ഇങ്ങനെ പറയും തോറും കൂടുതൽ ആവേശത്തോടെ അവിടെ ഡാൻസും പാട്ടും ഇട്ടിട്ട് കളിച്ചോണ്ടിരിക്കാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, സ്വാഭാവികം. എന്തായാലും PC ജോർജിനെ മൊത്തത്തിൽ നാട്ടിച്ച് വിട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ ഒരു ദിവസം മുമ്പ് എന്തോ ഒരു ഡയലോഗ് മാധ്യമത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. നാളെ ജയിച്ചു കഴിഞ്ഞ് ഞാൻ ഡേറ്റ് നിശ്ചയിക്കുക. അത് സമോസയൊന്നും കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ 218 ബൂത്ത്, അതിൽ 209 ബൂത്തിലെ കമ്മിറ്റിയുള്ള നമ്മുടെ ഈരാറ്റുപേട്ട 9 ബൂത്ത് നമ്മുടെ കമ്മിറ്റിയില്ല. ആ 209 ബൂത്തിലുള്ള എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെയും ബൂത്തിൻ്റെ ഇൻചാർജിമാരെയും, അപ്പോൾ 418 418, പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മുടെ പ്രമുഖ നേതാക്കന്മാർ, ഇവരെയല്ല. അപ്പോൾ അത് 500 അല്ലെ 500 മിനിമം എല്ലാവരെയും കൂട്ടി സുഖമായ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കൊടുക്കാൻ പോവുക. അത് നന്ദി വേണ്ടേ? ഇത് എനിക്ക് വേണ്ടി ചാകാൻ നടന്ന ഉദാഹരണം നമ്മുടെ SNDPയുടെ നേതാക്കന്മാർ എന്തുമാത്രം ആത്മാർത്ഥ ജോലി എന്ന് ആലോചിച്ച്. നമ്മുടെ വിശ്വകർമ്മജനം, SC ST വിഭാഗങ്ങൾ, ഇതൊക്കെ പാവങ്ങൾ പട്ടിണി കിടന്ന് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ്. ഒരു ഉച്ചയ്ക്കത് നല്ല കോഴി ബിരിയാണി തന്നെ കൊടുക്കണമെന്നായിരുന്നു. ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ, കാരണം പൊട്ടിയില്ലേ. ആ ബിരിയാണിയുടെ പൈസ ഇനിയിപ്പോ PC ജോർജിന് ലാഭമായല്ലോ. അല്ല, 500 ആളൊക്കെ വിളിച്ച് ബിരിയാണി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എത്ര ചെലവാണല്ലേ PC ജോർജ്. ആ പൈസ ഇനി ലാഭിച്ചിട്ടില്ലോ. ജനങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങളെ പൊട്ടിച്ചതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞില്ല, അടുത്തും കൂടി കണ്ടോക്കാം. നാളെ ഇപ്പോൾ 1 കോടി രൂപ ബെറ്റൊക്കെ വെച്ച സ്ഥിതിക്ക് ആഘോഷം എപ്പോൾ തുടങ്ങും? ആഘോഷമില്ല, അതാ ഞാൻ പറയാം. അത് ചോദിച്ചത് നന്നായി. ഒരു കാരണവശാലും ആഘോഷം പാടില്ല. ജയിച്ചവൻ അഹങ്കരിക്കേണ്ട കാര്യം എന്താ? തോറ്റവൻ കരയും. ആ കരയുന്നൊരു താറയ്ക്ക് തട്ടേണ്ട കാര്യമുണ്ടോ? അതെ, PC ജോർജ് ഇപ്പൊ കരഞ്ഞ പോലെ. ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു, ഒരു ബഹളം ഒരിടത്തും ഉണ്ടാകരുത്. നമ്മൾ ജയിച്ചു, സന്തോഷം. ഞാൻ ജയിച്ചു കഴിയുമ്പോൾ ചെയ്യാമെന്ന് ഓരോ പഞ്ചായത്തിൽ ഈ കാറിൽ എൻ്റെ കാറിൽ പോകും. ആളുകളെ വിളിച്ചു കൂട്ടും, അവിടെ ആവശ്യങ്ങൾ എന്തെന്ന് ചോദിക്കും, ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടും. ആ ആവശ്യങ്ങൾ എന്തെന്ന് നോക്കി ലിസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ ആവശ്യമുള്ള എന്താണോ അത് നടപ്പാക്കാൻ വേണ്ടി MLA പണി ഉപയോഗിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് പോകും, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് നല്ല മാന്യമായിട്ടുള്ള സംസാരം അല്ലേ. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ട മുസ്ലിങ്ങളെയും ചീത്തും പറഞ്ഞ് തെറിയും പറഞ്ഞ് നടക്കുന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, ജയിച്ചാൽ പോലും ഞാൻ ആഘോഷിക്കൂല, ഞാൻ വളരെ മാന്യമായിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നല്ലൊരു MLA ആയിട്ട് കൂടെ നിൽക്കുന്നുള്ളത്. ഇത് പറയാനുള്ള കാരണം എന്താണ്? മൂപ്പര് നാവിന് ലൈസൻസ് ഇല്ലാത്തത് കാരണം കഴിഞ്ഞ വോട്ടെടുപ്പിൽ ജനങ്ങൾ മൂപ്പര് പൊട്ടിച്ച് വീട്ടിലിരുത്തി. അതോടെ മൂപ്പർക്ക് മനസ്സിലായി ഇത്തവണ നാവെടുത്ത് തോന്നിയവാസം വിളിച്ച് പറഞ്ഞാണെങ്കിൽ ജനങ്ങൾ വീണ്ടും പൊട്ടിക്കുന്നുള്ളത്. അതോടെ മൂപ്പരൊന്ന് അടങ്ങിയതാണ്. പിന്നെ എത്ര അടങ്ങിയാലും PC ജോർജ് എന്നും PC ജോർജ് തന്നെ ആയിരിക്കുമല്ലോ. PC ജോർജ് അല്ലാതാവില്ലല്ലോ. ആ നാവെടുത്താളുടെ തെരുവിളിയും തോന്നിയവാസം പറച്ചിലൊക്കെ അവിടെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് ആവശ്യം വരുമ്പോൾ എടുത്ത് കൊട്ടുകയും ചെയ്യും. ഇപ്പൊ മാന്യനായി നിൽക്കുന്ന ഒന്നും നോക്കണ്ട. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ എത്ര കണ്ടതല്ലേ. ബാക്കി പറഞ്ഞാലും അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ MLA മാരും അങ്ങനെ ചെയ്യണമെന്ന് അഭിപ്രായക്കാരനായ നിയമസഭയിൽ അത് പറയുകയും ചെയ്യും. 100% 2029 തെരഞ്ഞെടുപ്പിൽ നമുക്ക് അധികാരത്തിൽ വരാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ജനങ്ങൾ നടത്തേണ്ടത്. നമ്മുടെ പാർട്ടിയിലെ BJPയുടെ പ്രവർത്തകരോടും അതുപോലെ BDJs ഉൾപ്പെടെയുള്ള NDAയുടെ പ്രവർത്തകരോടും എൻ്റെ അപേക്ഷ എന്ന് വെച്ചാൽ, നമ്മൾ ഭരിക്കാൻ വേണ്ടിയാണ് വോട്ട് പിടിക്കുന്നത്, അല്ലാതെ വോട്ട് വർദ്ധിപ്പിക്കാനല്ല. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, അല്ലാതെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല. ജയിക്കുക, 100 ഉണ്ടെങ്കിൽ 51 വോട്ട് പിടിച്ചിരിക്കണം. അതല്ലാതെ 35 കിട്ടി കഴിഞ്ഞാൽ 36 അല്ല, 51 നമ്മുടെ ലക്ഷ്യം. ആ നില എല്ലാ പ്രവർത്തകരും മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നാളെ എവിടെയാണ് ഉണ്ടാവുക പ്രവർത്തകർക്കൊപ്പം? നാളെ എൻ്റെ വീട്ടിലുണ്ടാവും, ഒരിടത്തും പോകുകയില്ല, എൻ്റെ വീട്ടിലുണ്ടാവും. ഓക്കെ, ആശാൻ പറഞ്ഞേ കേട്ടല്ലോ. സീറ്റ് വർദ്ധിപ്പിക്കലല്ലേ ഞങ്ങളുടെ ലക്ഷ്യം, വോട്ട് വർദ്ധിപ്പിക്കലല്ലേ ഞങ്ങളുടെ ലക്ഷ്യം, വിജയിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ അല്ലേ. ഇനി ഇതേ ആളെ തന്നെ BJPക്ക് 3 സീറ്റ് കിട്ടിയതിന് ശേഷം പറഞ്ഞ ഡയലോഗുകളൊന്ന് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അക്കൗണ്ട് തുറന്നു. അതായത് 2 സീറ്റ് ഇപ്പം കിട്ടുക, ചാത്തന്നൂർ കിട്ടി, 2 എണ്ണമായി മതി, അക്കൗണ്ട് തുറന്നല്ലോ. പൂഞ്ഞാറ് നമ്മൾ കഴിഞ്ഞ തവണ 19,000 BJP കിട്ടി, ഇത്തവണ 38,000 ആയി. അപ്പം നേരെ ഇരട്ടിയായിട്ട് വോട്ട് നേരെ ഇരട്ടിയാക്കാൻ വർദ്ധിപ്പിക്കാൻ പൂഞ്ഞാറ്റിലും കഴിഞ്ഞിട്ടുണ്ട്. പാലായിൽ 35,000 വോട്ട് കിട്ടി. അങ്ങനെ എല്ലാ കേരളത്തിലെ ആകമാനം എടുത്ത് പരിശോധിക്കുമ്പോഴും BJPയുടെ വോട്ട് ശതമാനം 100% വർദ്ധിച്ചിരിക്കുക.
അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇതൊന്നല്ലായിരുന്നു 2 ദിവസം മുമ്പേ പറഞ്ഞത്. ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കലല്ല, സീറ്റ് വർദ്ധിപ്പിക്കലല്ല വേണ്ടത്, ഞങ്ങൾക്ക് വിജയമാണ് വേണ്ടതെന്നൊക്കെ തട്ടിവിട്ട മനുഷ്യനാണ് ഇപ്പൊ നേരെ തിരിച്ചു പറയുന്നത്. ഞങ്ങൾ അക്കൗണ്ട് തുറന്നില്ലേ, ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചില്ലേ, വോട്ട് നേരെ ഇരട്ടിയായില്ല, അതുപോലെന്നൊക്കെ. എങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ ഒറ്റയടിക്ക് നിലപാട് മാറ്റാൻ പറ്റുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് പറ്റത്തുള്ളൂ, ഉള്ളത് പറയാലോ. ഇനി ധർമ്മടത്ത് പിണറായിക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് ആശാൻ എന്തോ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ട് കണ്ടോക്കാം. സത്യം ധർമ്മടത്ത് പിണറായി വിജയൻ താഴെ പോകുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം എന്തെല്ലാം പറഞ്ഞാലും അങ്ങേര് ധർമ്മടത്തിൻ്റെ ഒരു നേതാവല്ലേ, അങ്ങേരെ ഞാൻ അത്രമാത്രം തള്ളിക്കളയുന്നൊരു വിചാരം എനിക്കില്ല. ഞാൻ ജനവികാരത്തോട് യോജിക്കുന്നുമില്ല. പിണറായിയെ പോലൊരു നേതാവിനെ തോൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ നിഷ്പക്ഷ അഭിപ്രായം. കാര്യം അങ്ങേര് രാഷ്ട്രീയമായിട്ട് അങ്ങേരെ ഏറ്റവും അധികം ആക്രമിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആരോപണം അങ്ങേർക്കെതിരെ ഉന്നയിച്ചുള്ളതും PC ജോർജാണ്. ആ PC ജോർജ് പറയുന്നു ധർമ്മകാരൻ നന്ദികേട് കാണിക്കരുതായിരുന്നു. അതെ, പൂഞ്ഞാറ്റിലെ ജനങ്ങൾ PC ജോർജിനോട് നന്ദികേട് കാണിച്ച പോലെ അല്ലേ? എന്നാൽ ഇപ്പൊ ഇവിടുന്ന് വന്ന ഈ പിണറായി സ്നേഹം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ആദ്യം സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ നോക്ക്, എന്നിട്ട് മതി പിണറായി ജയിക്കണമെന്ന് തോക്കണമെന്ന് നോക്കുന്ന പരിപാടി. പിണറായിക്ക് ധർമ്മടത്തിൽ വോട്ട് കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂപ്പരുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. അത് അങ്ങനെ തന്നെ വേണം. എന്തൊക്കെയായിരുന്നു മൂപ്പര് കഴിഞ്ഞ 5 വർഷം കാണിച്ചുകൊണ്ടിരുന്നത്? ഭയങ്കര ധാഷ്ട്യായിരുന്നു. അതിനുള്ളത് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് തോറ്റ മന്ത്രിമാരിലേക്ക് വരാം. ആദ്യത്തെ മന്ത്രി എന്ന് പറയുന്നത് വീണ ജോർജ്. പുള്ളിക്കാരി 2 ദിവസം മുമ്പ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഹാട്രിക് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ഏതായാലും ഈ മാസം 4-ാം തീയതി ഇവിടെ വരണം. നമ്മളെല്ലാവരും സ്വീകരണ പരിപാടി കണ്ടിട്ടുണ്ട്. അതെ, മെയ് 4 കഴിഞ്ഞപ്പോ 5 ആയി കേട്ടോ. വീണ ചേച്ചിനെ മഷിട്ട് നോക്കിയിട്ടും കാണാനില്ല. ഇനി നാട് വിട്ടോ ആവോ? എന്നാൽ എങ്ങനെയുണ്ടോ തോൽവി? കഷ്ടം തന്നെ മൊരാളി, കഷ്ടം തന്നെ. ഇനി നമുക്ക് അടുത്ത മന്ത്രിയിലേക്ക് പോകാം. വണ്ണനുള്ളി ഗണേഷ് കുമാർ. ഇനി തോറ്റത്തിന് ശേഷമുള്ള ഗണേഷ് കുമാറിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം. ഇതെന്ത് പോക്കാണ് ഗണേശേട്ടാ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകും, ഇങ്ങനെ മിണ്ടാണ്ട് പോവല്ലേ? ഇനിയിപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്തായാലും കുറെ കാലം മന്ത്രിക്കായിട്ട് ഓടി നടന്നതല്ലേ, ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുത്തോ. എന്റെ അഭിപ്രായത്തിൽ ഇനി ഗണേശേട്ടന് പറ്റിയ പരിപാടി എന്താണെന്ന് അറിയോ? ഇതാ ഈ പരിപാടി ചെയ്തോ. ഗണേശേട്ടന് പറ്റിയ പരിപാടി ഇതാണ്. അല്ലെങ്കിൽ നല്ലൊരു ഞെക്കൽ വിദഗ്ധനാണല്ലോ നമ്മുടെ ഗണേശേട്ടൻ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇതായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗണേശേട്ടന് നല്ലത്. എനിവേ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ ബേപ്പൂരിലേക്ക് വരാം. ബേപ്പൂരിൽ താൻ തോറ്റു കഴിഞ്ഞാണെങ്കിൽ എന്തോ ചെയ്യുമെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണത്? നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലും ഇട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വളരെ നല്ല ചാലഞ്ച് തന്നെ. എന്തായാലും പറഞ്ഞ പോലെ തന്നെ അൻവർ ബേപ്പൂരിൽ 8 നില പൊട്ടി കേട്ടോ. പക്ഷെ പൊട്ടിയതിന് ശേഷം ഞാൻ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ പോയി നോക്കിയ സമയത്ത് മൂപ്പര് അവിടെ കൂടി കണ്ടില്ല. അല്ല, മൂപ്പര് മൊട്ടടിച്ച് കമ്മലിട്ട് നടക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ കൂടി മൂപ്പര് കണ്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്തുണ്ട് മൂപ്പര് റിപ്പോർട്ടർ TVയിൽ ഒന്ന് എന്തോ പറയുന്നത്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. ഇപ്പോൾ ഏറ്റവും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് ബേപ്പൂരിൽ വ്യക്തി കേന്ദ്രീകൃതമായി നടത്തിയ ചില പരാമർശങ്ങൾ, മൊട്ടയടിച്ച് കമ്മലിട്ട് പോകും, അത്തരം പരാമർശങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോകും. കാത്തു അദ്ദേഹം പറ്റിയിരുന്നെങ്കിൽ ഇപ്പം മൊട്ടടിക്കണ്ടേ? അതിനുപോലെ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? വലിയ വോട്ടിന് ജയിക്കുമെന്ന് പറയുമ്പോൾ 4 അപരന്മാരാണ് ഇപ്പോഴും ഇത് മാനിപ്പുലേറ്റ് ചെയ്തതല്ലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ലേശം ഉൾപ്പുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം. കിഡ്സൺ കോർണർ തൊട്ട് SM സീറ്റ് വരെ തലയിൽ മൊട്ടടിച്ച കമ്മലും കുത്തി നടക്കുന്ന പറഞ്ഞ ആളാണ്. ഇപ്പൊ തോറ്റപ്പോ നേരെ പ്ലേറ്റ് മാറ്റി. റിയാസ് എന്റെ ചാലഞ്ച് സ്വീകരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി അത് ചെയ്യണ്ടല്ലോ എന്നൊക്കെ ഉളുപ്പുണ്ട് ചങ്ങ ഇങ്ങനെയൊക്കെ പറയാൻ. അല്ലെങ്കിലും പണ്ടേ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാണല്ലോ, വായ തോന്നിയത് വിളിച്ചു പറയും, എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നിറവേറ്റത്തുമില്ല. എന്തായാലും അൻവറെ കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.